ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് കേരളത്തിൽ വന്നുകൂടുന്നില്ല. പക്ഷെ കേരളത്തിൽ അടിക്കടി വരുന്ന എന്താണ്, കേരളത്തിൽ അവർക്ക് തെക്കേ ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഹോൾഡും ഇല്ലാതിരിക്കുകയാണ്. ഇപ്പോൾ 2-3 സ്റ്റേറ്റുകൾ നമ്മൾ നോക്കണം. കേരളം, അതുപോലെ തമിഴ്നാട്, അതേപോലെ തന്നെ ഇപ്പം ആന്ധ്രാപ്രദേശ്, അതേ കർണാടക, ഇവിടൊക്കെ BJPയുടെ നില പരിങ്ങലിലാണ്. അപ്പോൾ അതൊന്ന് പിടിച്ചു കയറണമെന്നുണ്ടെങ്കിലുള്ള ജിമ്മിക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിക്ക് ഇവിടെ താല്പര്യം പെട്ടെന്ന് കേരളത്തോട് വരുന്നതിൻ്റെ കാരണം എന്താണ്? ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു സീറ്റ് ഇവിടുന്ന് എത്രത്തോളം എന്തെങ്കിലും വിധത്തിൽ ഒരു സീറ്റെങ്കിലും ഒപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ, ഒരാളെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു വലിയ അതിൻ്റെ പഴുത് പിടിച്ചുകൊണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കാം. അപ്പോൾ ഇത് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് നിയമസഭയിലേക്ക് പോലും ഒന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ O രാജഗോപാൽ മാത്രമാണ് കേട്ടോ, BJP-ന്ന്. അത് BJP-യുടെ കാരണം എന്നുള്ളത് കൊണ്ടല്ല, ശ്രീ O രാജഗോപാലിൻ്റെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ്. അദ്ദേഹം അത്രത്തോളം ഒരു നല്ലൊരു മനുഷ്യൻ. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നോക്കിയൊന്നുമല്ല ആളുകൾ, രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നില്ല, അതും ഉണ്ട് അതിനകത്ത്. പക്ഷേ രാഷ്ട്രീയത്തിലുപരി, അതായത് BJP-യുടെ നിഴലെന്നുള്ളതിലുപരി അദ്ദേഹത്തിനെ കുറെ കൂടെ കടന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തെ ആളുകൾ കണ്ടിരുന്നത്. അതാ കാര്യം, അല്ലാതെ വേറൊന്നുമല്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആളുകളൊക്കെ മത്സരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഈ കേരളം സന്ദർശിക്കുന്നത് നല്ലതാണ്. ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തിയാൽ എന്തെങ്കിലും ഇവിടെ കിട്ടും, ഇല്ല എന്നുള്ളതല്ല, കിട്ടുന്നതാകട്ടെ എന്ന് വിചാരിക്കുന്ന ആ ബുദ്ധി. അദ്ദേഹം വരട്ടെ, വന്ന് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തട്ടെ, നമുക്കൊക്കെ തന്നെ അത് നേട്ടം ഉണ്ടാകത്തേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെങ്കിലും കിട്ടുമല്ലോ. ഒന്നുമില്ലാതിരിക്കുന്നിടത്ത് അദ്ദേഹം വരുമ്പോൾ എന്തെങ്കിലും കൊടുത്തിട്ട് പോകും. ആ രീതിയിൽ ഉള്ളതാകട്ടെ, നല്ലതാണ്. അത് ഇലക്ഷന് വേണ്ടിയാണെങ്കിലും രാഷ്ട്രീയം വളർത്താൻ വേണ്ടിയാണെങ്കിലും എന്തോന്നോ ആവട്ടെ, അതിപ്പോൾ നമ്മുടെ നന്മയ്ക്ക് ആയിട്ട് അത് ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ, അതിന് സംശയമൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷേ ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സന്ദർശനങ്ങൾ മാത്രമായിട്ട് അത് മാറുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ രാമക്ഷേത്രങ്ങളൊക്കെ അദ്ദേഹം സന്ദർശിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാം, അത് ഒരു കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ മതവും രാഷ്ട്രീയവും ഒന്നായിട്ടങ്ങ് മാറുകയാണ്. രാഷ്ട്രവും മതവും കൂടെ യഥാർത്ഥത്തിൽ ഒന്നാകുന്നതും മതരാഷ്ട്രമായിട്ടങ്ങ് മാറുകയാണ്. അതാണ് പ്രശ്നം. അപ്പോൾ സെക്യുലറിസം എവിടെ? അപ്പോൾ സെക്യുലറിസത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുന്ന മറുപടി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ, അത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് പ്രിയാമ്പിൾ എഴുതി ചേർത്തത്. അതിനു മുമ്പ് സെക്യുലറിസം എന്നുള്ള വാക്കില്ലായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇത് 84-ലാണ് ഈ പ്രിയാമ്പിൾ അത് ഉൾപ്പെടുത്തിയത്. പക്ഷേ 84-ൽ പ്രിയാമ്പിൾ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഒറിജിനൽ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 27, ആർട്ടിക്കിൾ 28 ഇതൊക്കെ മതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടത്. അതുണ്ട്. അതായത് മതങ്ങൾ എല്ലാവർക്കും അവരവരുടെ മതങ്ങളിൽ വിശ്വസിക്കാനും അത് കൊണ്ടു നടക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ആർട്ടിക്കിൾ 25 കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 27, ഡിസ്ക്രിമിനേഷൻ ഒന്നും മതങ്ങൾ തമ്മിൽ പാടില്ല, ഒരു മതത്തിനും പ്രത്യേക ഫണ്ടിങ് ഒന്നും കൊടുക്കാൻ പാടില്ല, പബ്ലിക് ഫണ്ട്, ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് വരുമ്പോൾ പണ്ട് മുതലേ ഈ സെക്യുലറിസം ഉണ്ട്. ആ വാക്ക് പ്രിയാമ്പിളിൽ എഴുതിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രിയാമ്പിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ തന്നെ ഭരണഘടനയ്ക്കകത്ത് ഉള്ളിലുണ്ട്. അപ്പോൾ അത് എഴുതി അതൊരു നല്ല രീതിയിലുള്ള ഒരു കാര്യമാണ് ചെയ്തത്. സെക്യുലറിസം എന്നുള്ള വാക്കും കൂടെ പ്രിയാമ്പിളിനകത്ത് ചേർത്തെന്നുള്ളേ ഉള്ളൂ. അല്ലാതെ ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് സെക്യുലറിസം ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതിനു മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു, ഭരണഘടനയിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് വിവരക്കേടാണ്. അതറിയാൻ വയ്യാത്തവർ പറയുന്നതാണ്, അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ലാത്ത ആളുകൾ പറയുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളതിനെ കണക്കാക്കാൻ, അല്ലാതെ ഇതിനപ്പുറത്തോട്ട് വേറൊന്നുമില്ല, മാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ നമ്മുടെ പ്രധാനമന്ത്രി വരുന്നത് ഇവിടെ ഇനിയിപ്പോൾ വലിയ താമസമില്ലാതെ ഇവിടെ സന്ദർശിക്കും മിക്കവാറും, അതിനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം ഇപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഒരു ദൈവപരിവേഷം തന്നെ ചാർത്തുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. അത് ഇനിയിപ്പോൾ എന്ന് ദൈവം ആകും എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുള്ളൂ. അത് വലിയ താമസമില്ലാതെ ആകാനാണ് സാധ്യത. ആ രീതിയിലായിപ്പോയി. കാരണം ദൈവത്തിൻ്റെ നിയോഗം അദ്ദേഹത്തിനുണ്ട്, ഇവിടെ ഭരിക്കാൻ ദൈവത്തിൻ്റെ നിയോഗമാണ്. അതുപോലെ രാമക്ഷേത്രം, അവിടെ പ്രാണപ്രതിഷ്ഠ നിർവഹിക്കാൻ അത് ദൈവത്തിൻ്റെ നിയോഗമാണ്. ആ രീതിയിലൊക്കെ പോകുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പരിവേഷം അദ്ദേഹം ഏതാണ്ട് ഒരു പകുതി ആയി കഴിഞ്ഞു. ഇനി ബാക്കി എപ്പോഴാവും എന്നുള്ളതിനെക്കുറിച്ച് മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ആ രീതിയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ.
സൗത്ത് ഇന്ത്യയിൽ ഇനി അവിടെ നോർത്ത് ഇന്ത്യയിൽ അത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ സൗത്ത് ഇന്ത്യ, തെക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർക്ക് ഈ ഒരു ബേസ് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എത്രയെങ്കിലും ഒരു സീറ്റ് വളരെ കുറഞ്ഞ തോതിലെങ്കിലും ഒന്ന് അവർക്ക് കിട്ടണം. അതാണ് വേണ്ടത്. അപ്പോൾ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയലളിതയുടെ പാർട്ടി എന്ന് പറയുന്നത് ഏതാണ്ട് അസ്തമിച്ച രീതിയിലാണ്. അത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിയിൽ അതേതാണ്ട് മുങ്ങിപ്പോയി. നേരെ മറിച്ച് സ്റ്റാലിൻ വളരെ നല്ല കരുത്തോടു കൂടി തന്നെ ജോലി ചെയ്യാണ്. ഒരു നല്ല മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അത് നോക്കുമ്പോൾ അവരുമായിട്ടൊരു ബാന്ധവത്തിന് ഇനി ഒരു സ്കോപ്പില്ല ബി ജെ പിക്ക്. അദ്ദേഹം ബി ജെ പി അടുപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ കേരളത്തിലാണ് കണ്ണ്. ഏതെങ്കിലും വിധത്തിൽ ഇവിടെ എന്നൊക്കെ പറയുന്ന ഈ പ്രതിപക്ഷമൊക്കെ അത് ആ രീതിയിലൊക്കെ ഉള്ള ഒരു അതിനെയൊക്കെ ഒതുക്കി മാർക്സിസ്റ്റ് പാർട്ടി ശരിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഉടനെ അതിനകത്ത് കൊണ്ടുവന്ന് കലക്ക വെള്ളത്തെ മീൻ പിടിക്കുന്ന മാതിരി ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാമെന്നുള്ള ഒരു നോട്ടമാണ് നോക്കുന്നത്. നടക്കുന്നത് നടക്കട്ടെ.